ഫുട്ബോൾ ആരാധകർ മുഴുവൻ ലോകകപ്പ് ഫൈനലിൻ്റെ ആവേശത്തിലാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം മുൻമന്ത്രി പി രാജി ചേരുന്നുണ്ട്. അദ്ദേഹം ഫുട്ബോളിനെ വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ഫൈനലിനെ എങ്ങനെ കാണുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എന്താണ് പ്രതീക്ഷകൾ? പ്രതീക്ഷ കറണ്ട് കട്ടില്ലാതെ ഫൈനൽ കാണാൻ പറ്റണം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ചിലപ്പോൾ ഈ മെസ്സി പന്തായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഇവിടുന്ന് യമാൽ കുതിച്ച് കയറി പോകുമ്പോൾ കറണ്ട് പോയാൽ പിന്നെ ഉണ്ടാകുന്ന ഉത്കണ്ഠെന്ന് ആലോചിച്ച് നോക്കി. അർജൻറ്റീന ജയിക്കണമെന്നാണ് ആഗ്രഹം. അർജൻറ്റീന ഇത്തവണ ആദ്യഘട്ടങ്ങളിൽ പുറകിൽ നിന്നാലും അവിശ്വസനീയമായ രൂപത്തിൽ മനക്കരുത്തോടു കൂടി മെസ്സിയുടെ ടീം ഗെയിം, മെസ്സി ഗോളടിപ്പിക്കുന്നു, സെൻറ്റർ ഫോർവേഡ് നേരെ വിങ്ങിലേക്ക് മാറും. അങ്ങനെ അതിമനോഹരമായി കളിച്ച് ജയിക്കാൻ കരുത്ത് അർജൻറ്റീനയ്ക്കുണ്ട്. അർജൻറ്റീന ജയിക്കുകയാണെങ്കിൽ 67 വർഷത്തിന് ശേഷം ആദ്യമായിട്ടായിരിക്കും ടീം കപ്പ് നിലനിർത്തുന്നത്. അപ്പോൾ അതാണ് ആഗ്രഹം. പക്ഷേ സ്പെയിൻ അത്ര നല്ല കരുത്തുള്ള ടീമാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗോൾ അവർ വഴങ്ങിയിട്ടുള്ളൂ. കുറേ കാലമായിട്ട് അവരാർക്കും തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. പന്ത് അവരുടെ കാലിൽ നിന്ന് എടുക്കാൻ പാടാണ്. 60-65% അവരുടെ കയ്യിൽ തന്നെയാണെന്നാണ് കണക്കുകൾ പറയുന്നത്. കാലിൽ നിന്ന് പോയാലും തിരിച്ച് അവർ അതിവേഗതയിൽ വന്ന് കൊത്തിക്കൊണ്ട് പോവുകയും ചെയ്യും. പിന്നെ മധ്യനിര വളരെ ശക്തമാണ്. അപ്പോൾ ആ മധ്യനിരയെ മറികടന്നിട്ട് വേണം മെസ്സിക്ക് പാസുകൾ കിട്ടാൻ, അല്ലെങ്കിൽ ഇവർക്ക് മുന്നേറാൻ. അങ്ങനെ മുന്നേറിയാൽ തന്നെ ഏറ്റവും മികച്ച ഗോളിയാണ് അവരുടെ പോസ്റ്റിലുള്ളത്. അപ്പം അത്രയും കടുപ്പമായിരിക്കും സ്പെയിനെ മറികടക്കുക. പക്ഷേ അർജൻറ്റീനയുടെയും മെസ്സിയുടെ ലാസ്റ്റ് ലോകകപ്പ് ആയിരിക്കുമല്ലോ, 39 വയസ്സായില്ലേ. അപ്പോൾ ആ നല്ല ലാസ്റ്റ് ലോകകപ്പിൽ ഒരു പുതിയ ചരിത്രം നിലനിർത്തുന്ന അർജൻറ്റീന ആദ്യമായി കപ്പ് നിലനിർത്തുന്നു എന്ന പുതിയ ചരിത്രത്തോടു കൂടി വിടവാങ്ങാൻ മെസ്സിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സ്പെയിൻ്റെ ഡിഫൻസ് ഇതുവരെയുള്ള ഒരു കളിയുടെ ഒരു വെളിച്ചത്തിൽ എങ്ങനെയാണ് കണക്കൂട്ടുന്നത്? ഡിഫൻസ് വളരെ സ്ട്രോങ് ആണ്. ഡിഫൻസും മധ്യനിരയും വളരെ സ്ട്രോങ് ആണ്. പിന്നെ വിങ്ങുകൾ വളരെ നല്ല ആക്രമണമാണ് വിങ്ങുകളിലൂടെ വരുന്നത്. പിന്നെ ഗോളടിക്കുന്നതിലും ഷാർപ്പായിട്ടുള്ള ഷൂട്ടേഴ്സാണ് അവർക്കുള്ളത്. നല്ല കളിയാണ്. പിന്നെ കളി ഒരു സെറ്റിൽ അവർ ബോളുകളൊക്കെ പാസ് ചെയ്യുമ്പോൾ ഒരു സൂക്ഷ്മ സെക്കൻഡ് പോലും എടുക്കുന്നില്ല അടുത്ത കാലിലേക്ക് പോകാൻ. നന്നായി കളിക്കുന്നുണ്ട്. അർജൻറ്റീനയും ഇപ്പോൾ പറഞ്ഞാൽ ഈ കളികളിലൂടെ ഓരോ ഘട്ടം കഴിയുമ്പോഴും അവർ മുന്നേറി വന്നിട്ടുണ്ട്. പ്രതിരോധമായിരിക്കും ദുർഘടം. അതുകൊണ്ടാണ് ഒരു ഗോൾ മാത്രം അവർ വഴങ്ങിയത്. ഇതുവരെ തോൽപ്പിക്കാൻ കുറേ കാലമായിട്ട് അത് പറ്റാത്തതും ഈ ഘടകമായിരിക്കും. പക്ഷേ മെസ്സിക്ക് അത് മറികടക്കാം. മെസ്സിയുടെ നേതൃത്വത്തിൽ അർജൻറ്റീനയ്ക്ക് ഫെർണാണ്ടോ, മാർട്ടിൻ എല്ലാവരും ചേർന്ന് അത് മറികടക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാം. അർജൻറ്റീന ആരാധകനാണ് പി രാജീവ്. അതുകൊണ്ട് തന്നെ അർജൻറ്റീന ജയിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷേ നല്ലൊരു മത്സരം, ഒരു ശക്തമായ പോരാട്ടത്തിനാണ് കാത്തിരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ അവസ്ഥയനുസരിച്ച് പവർ കട്ടില്ലാതെ കളി മുഴുവനായി കാണാൻ കഴിയണമെന്ന ആഗ്രഹവും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ അഖിൽ ഷായ്ക്കൊപ്പം തിയോഫിൻ, കൈരളി ന്യൂസ്.